ഇത്രയും നാളില്ലാത്ത കഥകൾ, വിവാഹമോചന കേസ്, ഇതൊക്കെ ആരു മൂലമാണ്? ഇലക്ഷന് 1 മാസം മുൻപ് പുറത്തുവിടുന്നത് എന്തിന്? ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു വിജയുടെയും ഭാര്യയുടെയും. വീട്ടുകാരെല്ലാവരും DMK അണികളും. അപ്പം തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. ലണ്ടനിൽ നിന്നും സംഗീത തിരക്കിട്ട് എത്തിയതിപ്പോൾ ആർക്കു വേണ്ടി? സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ സഹിതം കാണിക്കുന്നുണ്ട്. കരൂര് ദുരന്തം, സിനിമ റിലീസ് തടയല്, കേസ് ഡൽഹിക്ക് വിളിപ്പിക്കല്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിലെ ആരായിരിക്കും? ആ ആൾക്ക് ഇതുകൊണ്ടൊന്നും തകർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ കുടുംബത്തിലോട്ട് കയറിയിരിക്കുകയാണ്. ഫാമിലി ഒരു വീക്ക്നെസ്സാണ് എല്ലാവർക്കും. ഇത്തരം അപവാദങ്ങളും വ്യാജ പ്രചാരണങ്ങളും ആരെ തകർക്കുവാൻ വേണ്ടിയാണെന്നും ആർക്ക് വേണ്ടിയാണെന്നും പകൽ പോലെ വ്യക്തമായിട്ടാണ് തമിഴ് രാഷ്ട്രീയം ഇപ്പോൾ ചൂടേറുന്നത്. രാഷ്ട്രീയ മുതലെടുപ്പിനും അധികാരത്തിനും വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറാവുകയും ചെയ്യും. ജെകറിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമുക്കാദ്യം ഇതിൻ്റെ കേസുകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സംഗീത കൊടുത്തിട്ടുള്ള ഹർജി എന്താണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് സംഗീതയുടെയും വിജയുടെയും ദാമ്പത്യം ആരംഭിച്ചതിനെ പറ്റിയിട്ടും നാളെ ഇതുവരെയുള്ള അവരുടെ ദാമ്പത്യത്തെ പറ്റിയും നമുക്ക് സംസാരിക്കാം. അതിനു മുൻപായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്. പ്ലീസ്. തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഏറെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് തമിഴ് സൂപ്പർ താരം വിജയും ഭാര്യ സംഗീതയും 25 വർഷം നീണ്ട ദാമ്പത്യം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ വിജയിനെതിരെ പരസ്ത്രീ ബന്ധവും ക്രൂരതയും ആരോപിച്ച് സംഗീത കുടുംബ കോടതിയിൽ ഡിവോഴ്സ് ഹർജി ഫയൽ ചെയ്തു കഴിഞ്ഞു. നമുക്ക് 1999 പോവുകയാണെങ്കിൽ 1999 ഓഗസ്റ്റിലായിരുന്നു ഇവരുടെ വിവാഹം. 2 മക്കളുണ്ട് ഇവർക്ക്. ജെയ്സൺ സഞ്ജയ്, ദിവ്യ ശാഷ, ഇവരാണ് മക്കള്. 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് സംഗീത നിയമ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഒരു പ്രമുഖ നടിയുമായി വിജയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്നാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആരോപണം. ഈ പ്രമുഖ നടി എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ്. അത് ആരാണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആളുടെ പേരിങ്ങനെ നല്ല രീതിയിൽ പറന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഇപ്പം ഇന്നലെയും തുടങ്ങിയിട്ടുള്ള ഒരു ബന്ധമോ കാര്യങ്ങളോ ഒന്നുമല്ല. കുറേ നാളുകളായിട്ട് ഇപ്പോൾ കീർത്തി സുരേഷിൻ്റെ കല്യാണത്തിന് വരുമ്പോൾ പോലും ഇവർ ഒരുമിച്ചാണ് വന്നിരുന്നത്. ലാസ്റ്റ് വിജയുടെ ബർത്ത്ഡേന് അന്ന് പോലും ഇൻസ്റ്റഗ്രാമിൽ ഈ നടി ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നടിയുമായിട്ട് വിജയ് അവിഹിത ബന്ധമുണ്ടെന്ന് ഹർജിയിലെ പ്രധാന ആരോപണം. 2021 താൻ ഈ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞതെന്നും സംഗീത ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ ബന്ധം അവസാനിപ്പിക്കാമെന്ന് വിജയ് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും അത് ലംഘിക്കപ്പെട്ടു എന്നും താരം യാതൊരു പശ്ചാത്താപവും പ്രകടിപ്പിച്ചില്ലെന്നും സംഗീത ആരോപിക്കുന്നു. സ്പെഷ്യൽ മാരേജ് ആക്ട് സെക്ഷൻ 27(1)(a), 27(1)(d) എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഹർജി നൽകിയിട്ടുള്ളത്. വിജയും സംഗീതയും ഒന്നിച്ച കഥ. ഒരു ആരാധന മൂത്തിട്ട് അതിൽ നിന്നും പിരിഞ്ഞ ഒരു പ്രണയമാണ് വിജയും സംഗീതയും ഒന്നിച്ച ആ കഥ. തമിഴ് സിനിമയിലെ സൂപ്പർ താര പദവിയിലേക്ക് വിജയ് കുതിച്ചുയരുന്ന കാലത്താണ് സംഗീതയെ കണ്ടുമുട്ടുന്നത്. 1996 ആ സുപ്രധാന കൂടിക്കാഴ്ച. അന്ന് വിജയ് അഭിനയിച്ച പൂവേ ഉനക്കാകെ സിനിമ ഒരു ഹിറ്റ് മൂവിയാണ്. എന്ന ചിത്രം വലിയ വിജയമായി പ്രദർശനം തുടരുകയായിരുന്നു. ഈ ചിത്രത്തിലെ വിജയുടെ പ്രകടനം കണ്ട് ഇഷ്ടപ്പെട്ട സംഗീത അദ്ദേഹത്തെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കാനായിട്ട് ചെന്നൈയിലെത്തി. ആദ്യ കൂടിക്കാഴ്ച ചെന്നൈയിലെ ഫിലിം സിറ്റിയിലെ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിലായിരുന്നു വിജയ്. ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ ശ്രീലങ്കൻ തമിഴ് വ്യവസായിയുടെ മകളാണ് സംഗീത. വിജയിനെ കാണാനായിട്ട് ലൊക്കേഷനിലെത്തി. ലണ്ടനിൽ നിന്ന് തന്നെ കാണാൻ ഒരു പെൺകുട്ടി വന്നുവെന്നറിഞ്ഞ് വിജയ് അല്പം അത്ഭുതത്തോടെയാണ് സംഗീതയെ സ്വീകരിച്ചത്. തൻ്റെ സിനിമകളെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചും അത്രയേറെ കൃത്യതയോടെ സംസാരിച്ച സംഗീതയുടെ വാക്കുകൾ വിജയിനെ വല്ലാതെ ആകർഷിക്കുകയാണുണ്ടായത്. അങ്ങനെ മിനിറ്റുകൾ നീണ്ട ആ സംഭാഷണം ഒരു വലിയ സൗഹൃദത്തിൻ്റെ തുടക്കമായി. പിന്നെ സംഗീതയുടെ ലളിതമായ പെരുമാറ്റവും സ്നേഹവും വിജയുടെ മാതാപിതാക്കളായ ഡയറക്ടറാണ് S.A. ചന്ദ്രശേഖരനും ഭാര്യ ശോഭയ്ക്കും ഈ സംഗീതയെ വേഗത്തിൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. വിജയുടെ വീട്ടിലേക്ക് സംഗീതയെ അവർ ക്ഷണിക്കുകയും ചെയ്തു.
തുടർന്നുള്ള ദിവസങ്ങളിൽ വിജയുടെ കുടുംബവുമായിട്ട് സംഗീത അടുത്ത ബന്ധം സ്ഥാപിച്ചു. വിവാഹാലോചനയും കുടുംബത്തിന്റെ പിന്തുണയും സംഗീതയോടുള്ള വിജയുടെ ഇഷ്ടം തിരിച്ചറിഞ്ഞ SA ചന്ദ്രശേഖറാണ് വിവാഹാലോചനയുമായിട്ട് മുന്നോട്ട് വന്നത്. നെക്സ്റ്റ് മീറ്റ്, അതായത് അടുത്ത തവണ സംഗീത ചെന്നൈയിൽ വന്നപ്പോൾ വിജയിനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അദ്ദേഹം നേരിട്ട് ചോദിച്ചു. അതിപ്പോൾ എന്താ പറയുക, സംഗീതയ്ക്ക് മറിച്ചൊരു അഭിപ്രായം അന്ന് ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ മനസ്സിനകത്ത് ആരാധന മൂത്ത് നിൽക്കുന്ന ഒരു ആ പയ്യനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരായാലും പറയും, ആരായാലും കണ്ണും പൂട്ടി സ്വീകരിക്കും. അപ്പം അതുപോലെ തന്നെ ലണ്ടനിലുള്ള സംഗീതയുടെ മാതാപിതാക്കളുമായിട്ട് സംസാരിക്കുകയും ഇരു കുടുംബങ്ങളും സന്തോഷത്തോടെ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. ഒരു ആരാധിക എന്നതിലുപരി വിജയുടെ വളർച്ചയിൽ താങ്ങും തണലുമായിട്ട് നിൽക്കാൻ കഴിയുന്ന പെൺകുട്ടിയാണ് സംഗീത എന്ന് അദ്ദേഹത്തിൻ്റെ അമ്മ, അതായത് വിജയുടെ അമ്മ ശോഭ വിശ്വസിച്ചിരുന്നു. ഒരു കടുത്ത പ്രണയകാലം എന്നതിലുപരി പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായ ഒരു ബന്ധമായിരുന്നു അവരുടേത്. 3 വർഷത്തെ സൗഹൃദത്തിനും പ്രണയത്തിനും ശേഷം 1999 ഓഗസ്റ്റ് 25 ആ താരവിവാഹം. ഹിന്ദു ക്രിസ്ത്യൻ ആചാരപ്രകാരമായിരുന്നു ചടങ്ങുകൾ നടന്നത്. വിജയ് ക്രൈസ്തവ വിശ്വാസിയും സംഗീത ഹിന്ദു വിശ്വാസിയുമായിരുന്നതിനാൽ ഇരു മതവിഭാഗങ്ങളുടെയും ആചാരങ്ങൾ വിവാഹത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ചെന്നൈയിൽ വെച്ച് നടന്ന വിവാഹത്തിൽ തെന്നിന്ത്യൻ സിനിമയിലെ പ്രമുഖരെല്ലാം പങ്കെടുത്തു. വിവാഹശേഷം സംഗീത വിജയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്തായിട്ട് മാറി. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞു ജീവിതം മുന്നോട്ട് പോവാണ്. വിജയ് ഒരു ആഗോള താരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഗീത അധികവും മാധ്യമ ശ്രദ്ധയിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. വിജയ് തിരഞ്ഞെടുക്കുന്ന സിനിമകളിൽ സംഗീതയുടെ അഭിപ്രായം പലപ്പോഴും വലിയ വലിയ പങ്ക് വഹിക്കാറുണ്ട്. ഈ ദമ്പതികൾക്ക് സഞ്ജയ് എന്ന മകനും ദിവ്യസാഷ എന്ന മക്കളുമുണ്ട്. വേട്ടക്കാരൻ എന്ന ചിത്രത്തിലെ സഞ്ജയും തെറി എന്ന ചിത്രത്തിലെ ഈ ദിവ്യസാഷയും അഭിനയിച്ചിട്ടുമുണ്ട്. അടുത്തിടെ വിജയുടെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചില വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നുവെങ്കിലും ഇരുവരും തങ്ങളുടെ സ്വകാര്യ ജീവിതം വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരാധനയിൽ തുടങ്ങി ദാമ്പത്യത്തിലേക്ക് വളർന്ന ഇവരുടെ കഥ ഇന്നും തമിഴ് സിനിമാ ലോകത്തെ മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതേസമയം പങ്കാളിക്ക് അവിഹിത ബന്ധമുണ്ടാവുക, ക്രൂരമായി പെരുമാറുക തുടങ്ങിയ കാരണങ്ങളാൽ വിവാഹമോചനം തേടാൻ ഈ വകുപ്പുകൾ അനുമതി നൽകുന്നുണ്ട്. ഇപ്പോൾ നിലവിലെ ചെന്നൈയിലെ ഡിസ്ട്രിക്ട് കോടതിയുടെ പരിഗണനയിലാണ് ഈ ഒരു കേസ് നിൽക്കുന്നത്. അടുത്തിടെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ച വിജയിൻ്റെ കുടുംബജീവിതത്തിലെ ഈ പുതിയ സംഭവ വികാസങ്ങൾ തമിഴ് സിനിമാ ലോകത്തും ആരാധകർക്കിടയിലും വലിയ വലിയ ചർച്ചയായിട്ടുണ്ട്. ഏറെ കാലമായിട്ട് ഒരുപാട് നാളായിട്ട് ഇരുവരും വേർപിരിഞ്ഞിട്ടാണ് താമസിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഔദ്യോഗിക നിയമ നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം സംഗീത വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയിരിക്കുന്നത്. വിവാഹത്തിന് ശേഷം പങ്കാളി മറ്റൊരു വ്യക്തിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നതിനെ അടിസ്ഥാനമാക്കി വിവാഹമോചനം തേടാൻ അനുമതി നൽകുന്ന വകുപ്പ് പ്രകാരമാണ് നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രമുഖ നടിയുമായിട്ട് വിജയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്നാണ് സംഗീതയുടെ ആരോപണം. ഒരു പ്രമുഖ നടിയുമായിട്ട് വിജയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്ന സംഗീതയുടെ ആരോപണം ഈ ഒരു വകുപ്പിന്റെ പരിധിയിലാണ് വരുന്നത്. അതായത് പങ്കാളി ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ക്രൂരത കാണിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വിവാഹമോചനം അനുവദിക്കുന്ന വകുപ്പാണ് ഈ ഒരു സംഭവം. അതിപ്പോൾ മാനസികമായിട്ട് ആഘാതമുണ്ടാക്കുന്നതായാലും ഈ ക്രൂരതയുടെ പരിധിയിൽ വരും. സ്വന്തം ഭാര്യയോട് മുതിർന്ന കുഞ്ഞുങ്ങളോടും ജീവിക്കുമ്പോൾ അച്ചടക്കം പാലിക്കാതെ നടിക്കൊപ്പം കറങ്ങിയ ആൾ എങ്ങനെ നാട് ഭരിക്കും എന്നാണ് ഇപ്പോൾ എന്താ പറയുക ഒരു കൂട്ടം ആളുകൾ വിജയ്ക്ക് നേരെ ഉന്നയിക്കുന്ന ആരോപണം. അപ്പോൾ തമിഴ് സിനിമയുടെ വിജയുടെ വ്യക്തിജീവിതത്തെക്കുറിച്ചുള്ള പുതിയ വാർത്തകൾ ആരാധകരിൽ വലിയ വികാരഭരിതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 27 വർഷത്തെ ദാമ്പത്യമാണ്. ഒരു മാതൃകാ കുടുംബമായി കാണപ്പെട്ടിരുന്നു. 1999 ഓഗസ്റ്റിൽ ആരംഭിച്ച
സംഗീതയുടെയും യാത്ര ഇപ്പോൾ വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തിയെന്ന വിവരം പുറത്തു വരുമ്പോൾ ആരാധകർക്കത് വിശ്വസിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. 400 കോടിക്ക് മുകളിലാണ് സംഗീതയുടെ ആസ്തി. എന്തൊക്കെ നടന്നാലും ഈ സമയത്ത് ഇവർ പിരിയരുത് എന്നായിരുന്നു വിജയ് ആരാധകരുടെ ആഗ്രഹം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണ് വിജയ്ക്കിട്ട് വരുന്നത്. വിജയ്ക്ക് എന്തോ ശനിദശയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ സിനിമ പിടിച്ചിട്ട് സിനിമ ഇറങ്ങുന്നില്ല. ഇപ്പോഴത്തെ അതിൻ്റെ കൂനിമക്കുരു എന്ന് പറഞ്ഞ പോലെ വേറൊരു സംഭവം കൂടി. സഞ്ചാര സ്വാതന്ത്ര്യത്തിലെ തടസ്സങ്ങളും തളർച്ച വർദ്ധിപ്പിച്ചു എന്നാണ് ആരോപണം. വിവാഹബന്ധം ഇപ്പോൾ വെറും കടലാസിൽ മാത്രം ശേഷിക്കുന്നു. അത് തിരികെ കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന നിലപാടാണ് സംഗീതയുടെ ഭാഗത്തു നിന്നുള്ളതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു സാധാരണ കുടുംബത്തിലായാലും വലിയൊരു താരത്തിൻ്റെ ജീവിതത്തിലായാലും ഇത്തരത്തിൽ വരുന്ന ഒരു സാഹചര്യം വളരെ വേദനാജനകമാണ്. അത് സത്യവുമാണ്. ഇതിനിടെ വിജയുടെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ പുരോഗമിക്കുമ്പോഴാണ് ഈ കുടുംബ പ്രശ്നം ഉയർന്നു വരുന്നത്. എന്നാൽ വ്യക്തി ജീവിതം ഏറെ സ്വകാര്യവും സങ്കീർണവുമാണ്. സത്യം എന്താണെന്നത് കോടതി പ്രക്രിയകളിലൂടെ മാത്രമേ വ്യക്തമായിട്ട് അറിയാൻ കഴിയുള്ളൂ. ഇതിലുള്ള സത്യാവസ്ഥ എന്താണെങ്കിലും പുറത്തു വരട്ടെ. ഏതായാലും വിജയുടെ രാഷ്ട്രീയ ഭാവിയെ ഇത് കാര്യമായിട്ട് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ യാതൊരു വക സംശയവുമില്ല. കാരണം സ്വന്തം കുടുംബത്തോട് ആത്മാർത്ഥത പുലർത്താത്തവൻ എങ്ങനെ നാടിനോട് ആത്മാർത്ഥത പുലർത്തും എന്നതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഇനി നിങ്ങൾ പറയേ, ഈ പ്രശ്നം വിജയുടെ രാഷ്ട്രീയ ജീവിതത്തെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കൂ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.